അനുഗ്രഹദിനമായി അണയുന്നു നാഥ, അൾത്താര മുന്നിൽ നിൻ മക്കളായി ഞങ്ങൾ. ദിവ്യകാരുണ്യമേ പെയ്തിറങ്ങണമേ, അനുഗ്രഹ പൊന്മഴയായി ഈ ജീവിതവീഥിയിൽ, ഈ ജീവിതവീഥിയിൽ. പഴയൊരു മനുഷ്യനെ മാറ്റി എന്നിൽ പുതിയൊരു ജീവനെ നൽകണമേ. കഴുകണേ എന്നെ നിൻ ചോരയാൽ, മാറ്റണേ എന്നെ നിൻ ആത്മാവാൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഞങ്ങളെ അതിയായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ആരാധനയിൽ ഉടനീളം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അറിയുവാനായിട്ട് ഇടയാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഈശോയെ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം വഴി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൃപകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, അതിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 23:1 എന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളുമെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ പരിപൂർണമായി ഇറക്കി വയ്ക്കുവാനുള്ള സമയമാണിത്. വിട്ടുകൊടുക്കുവാനുള്ള സമയമാണ്. പരിപൂർണമായി നമ്മെ തന്നെ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ സമയമാണ്. സങ്കീർത്തനം 23:1 ഇതാണ്: കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ഈ ഒരു ചെറിയ വചനത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വലിയൊരു ആത്മീയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വചനത്തെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് കാണുകയാണ്. ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് കർത്താവ് എന്നുള്ളതാണ്. വ്യക്തിപരമായൊരു ബന്ധത്തിൻ്റെ ഒരു ഭാവമാണ്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ എന്നല്ല വിളിക്കുന്നത്, പകരം എൻ്റെ ഇടയൻ എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എന്ന ആ ദൈവത്തെ, ആ ദൈവം എന്നെ വ്യക്തിപരമായി അറിയുന്നുവെന്നും എന്നോട് കൂടെയുണ്ടോ എന്നുള്ള ഉറപ്പാണ് ദാവീദിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഇടയനാവുന്നു എന്ന് പറയുന്നത്. ഈ കർത്താവിനെ എൻ്റെ ഇടയൻ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ആരാധനയുടെ സമയത്ത് നമ്മളായിരിക്കുമ്പോൾ ഒരു വ്യക്തിപരമായ ബന്ധം ഈ ദൈവവുമായി, തൃത്വിക ദൈവവുമായി, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യനാഥനായ ഈശോയുമായി നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന കണ്ണിയാണ് ദിവ്യകാരുണ്യം, ഈശോ. തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെ മനുഷ്യകുലത്തിൻ്റെ പാപകടങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ വ്യക്തിപരമായൊരു ബന്ധം നമ്മുമായിട്ട് കൂട്ടിയോജിപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിപരമായ ബന്ധം. ആദിമാതാപിതാക്കളോടൊപ്പം ദൈവം ഏതേൻ തോട്ടത്തിലൂടെ യാത്ര ചെയ്തതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിപരമായ ബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ വീണ്ടും ആ വ്യക്തിപരമായ ബന്ധം കൂട്ടിച്ചേർത്തത് ഈശോയാണ്. ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ
വ്യക്തിപരമായ ബന്ധം ദൈവവുമായിട്ട് എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളോട്, അവരോടൊക്കെ നമ്മൾ ഓരോ വ്യക്തിയോടും വ്യക്തിപരമായി നമ്മൾ എത്രമാത്രം ചേർന്നിരിക്കുന്നു, ഹൃദയത്തിൽ എത്രമാത്രം നമ്മളവരെ ചേർത്ത് വച്ചിരിക്കുന്നു, അവർക്കുള്ള സ്ഥാനം എത്രയാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആദ്യം ദൈവത്തെ എനിക്ക് വ്യക്തിപരമായി എൻ്റെ ഇടയനായിട്ട് കാണാൻ സാധിക്കുന്നത്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഇടയനാകുന്നു. ഇടയനെന്ന് പറഞ്ഞാൽ വഴികാട്ടിയും സംരക്ഷകനുമാണ്. എൻ്റെ ഇടയനെന്ന് വിളിക്കണമെങ്കിൽ ഒരു ഇടയൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ആടുകളെ വഴി നടത്തുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക, അവയ്ക്ക് നല്ല മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ആടുകൾക്ക് നല്ലതെന്നും ഏതൊക്കെയാണ് നല്ലതല്ലാത്തതെന്നും കണ്ടുപിടിച്ചു കൊടുക്കുന്നത് ഇടയനാണ്. സ്വന്തം വഴി കണ്ടെത്താൻ സാധിക്കാത്ത, സ്വയം സംരക്ഷിക്കാൻ കഴിവ് കുറവുള്ള ആടുകൾക്ക് വഴി നടത്തുന്നവൻ നല്ല ഇടയനാണ്. ഊതിപികാരുടെ നാഥനായ ഈശോയെ, അങ്ങേ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ അങ്ങ് വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ സന്തോഷത്തോടെയായിരിക്കുന്നു. കർത്താവേ, അങ്ങ് എൻ്റെ ഇടയനാകുന്നു. ഈശോയെ, നീ എൻ്റെ ഇടയനാകുന്നു ഞാൻ ഏറ്റുപറയുന്നു. എനിക്ക് വഴിതെറ്റാൻ സാധ്യതയുള്ളതും വഴി അറിയാത്തതുമായ ഒരു ലോകത്തിലാണ് ഞാനായിരിക്കുന്നത്. ഈശോയെ, എൻ്റെ രക്ഷകനായ എൻ്റെ നല്ല ഇടയനെ, എന്നെ വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുളടഞ്ഞ താഴ്വരകളിലും പ്രതിസന്ധികളിലും നമ്മെ വഴി നടത്താൻ കഴിവുള്ളവൻ ആ ദൈവത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുക. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇരുളടഞ്ഞു നിൽക്കുന്ന ചില മേഖലകൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, അവിടെ സംരക്ഷണമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതെല്ലാം ഒന്നും വിട്ടുപോകാതെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷം വിട്ടുകൊടുക്കാം. ചില വ്യക്തിബന്ധങ്ങളാവാം, ചില പുതിയ ജോലി സാധ്യതകളാവാം, ചില ബിസിനസ്സിൻ്റെ ആരംഭങ്ങളാകാം. അവിടെയെല്ലാം ഒരു സംരക്ഷണം, ഒരു വഴികാട്ടൽ എനിക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് ആ നിയോഗത്തെ സമർപ്പിക്കാം. ഈശോയെ, എന്നെ വഴികാട്ടുന്നത് പോലെ ഞാൻ ആരംഭിക്കാൻ പോകുന്ന ബന്ധങ്ങളെ, അല്ലെങ്കിൽ ഞാൻ ആരംഭിക്കാൻ പോകുന്ന ബിസിനസ്സുകളെ, അല്ലെങ്കിൽ ഞാൻ ആരംഭിച്ചിരിക്കുന്ന എൻ്റെ ഓരോ പ്രവൃത്തികളെ ഈശോയെ നീ വഴി നടത്തണം, നീ സംരക്ഷിക്കണം. അതെനിക്ക് നല്ലതാണോ എന്ന് അല്ലയോ എന്ന് നീ പറഞ്ഞു തരണം. അതൊരു ചോദ്യമാണ്. തമ്പുരാനത് വഴി നടത്തും. അവിടെ ഒരു സംരക്ഷണം നൽകുകയും ചെയ്യും. കുഞ്ഞാടുകളെ സിംഹത്തിൻ്റെയോ കരടിയുടെയോ വായിൽ നിന്നും പെടാതെ കാത്തു സംരക്ഷിക്കുന്നത് ഇടയനാണ്. അങ്ങനെയെങ്കിൽ ശത്രുവിൻ്റെ കരങ്ങളിൽ ഇടപെടാതെ വിട്ടുകൊടുക്കാതെ നമ്മെ സംരക്ഷിക്കാൻ നല്ല ഇടയന് സാധിക്കും. മൂന്നാമത്തെ ഒരു ഭാഗമെന്ന് പറയുന്നത് എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. അത് പൂർണ്ണമായ ഒരു സംതൃപ്തി അവിടെയുണ്ട്, പൂർണ്ണമായൊരു തൃപ്തി അവിടെയുണ്ട്. സൃഷ്ടാവായ ദൈവം നമ്മുടെ ഇടയനായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മൾ പലതിനും ഓർത്ത് നമ്മൾ ആകുലപ്പെടുകയാണ്. എനിക്കതില്ല, ഇതില്ല, ഇങ്ങനെ കുറേ സങ്കടങ്ങളുടെ ഒരു നീണ്ട നിര നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയ സഹോദരങ്ങൾ, ഈ ആരാധനയുടെ സമയത്തായിരിക്കുമ്പോൾ ഒരേ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുകയും ചെയ്യുന്ന തമ്പുരാന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാനായിട്ട് സാധിക്കും. പക്ഷേ വിശ്വാസത്തോടു കൂടി അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരുന്നാൽ മാത്രം മതി. മുട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ആഡംബരങ്ങളെല്ലാം ലഭിക്കുമെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം, അത് ആത്മീയ മേഖലയായിക്കൊള്ളട്ടെ, ഭൗതിക മേഖലയായിക്കൊള്ളട്ടെ, മാനസിക മേഖലയായിക്കൊള്ളട്ടെ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നിരിക്കും. പക്ഷെ ആഡംബരത്തിന് വേണ്ടിയുള്ളതല്ല,
കൃത്യസമയത്ത് ദൈവം നടത്തി തരുമെന്നുള്ളതാണ്. എന്താണോ എനിക്ക് ആവശ്യമെന്നുള്ളത് അത് കൃത്യസമയത്ത് നടത്തി തരും. അത് താമസിക്കുകയുമില്ല, നേരത്തെ വരികയുമില്ല. അവ നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നയിക്കുകയും ശാന്തമായ ജലത്തിനടുത്തേക്ക് ആനയിക്കുകയും ചെയ്യും. അതാണ് പച്ചയായ പുൽമേടുകളിലേക്ക് നയിക്കും. അതാണ് ഇടയൻ്റെ. എവിടെയാണ് പച്ചപ്പുള്ളത് എന്ന്, എവിടെയാണ് സുരക്ഷിതത്വമുള്ളതെന്ന്, എവിടെയാണ് ശാന്തമായ ജലാശയമുള്ളത് എന്ന് തിരിച്ചറിയുന്നത് ഇടയനാണ്. ഇടയൻ നയിച്ചുകൊള്ളും. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് നാം ഏതുവഴിയാണ് നടക്കേണ്ടതെന്നും എങ്ങനെയാണ് നമുക്ക് കൃപകൾ തരേണ്ടതെന്നും അവിടത്തേക്കറിയാം. അതുകൊണ്ട് ഒന്ന് വിശ്വസിക്കുക. ഈ തമ്പുരാനെ, നിൻ്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാനെ ഒന്ന് വിശ്വസിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, പലപ്പോഴും എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളിലായിരിക്കുമ്പോൾ, ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ബന്ധനങ്ങളിലേക്ക് വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളിൽ, അപകടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് വരുന്ന അവസരങ്ങളിൽ, അങ്ങനെ പലപ്പോഴും എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് ഈശോയെ. അതുകൊണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല എന്ന് പറയുന്ന ദൈവത്തോടൊരു വ്യക്തിപരമായ ബന്ധം, അവിടെ നൽകുന്ന സംരക്ഷണവും ഏറ്റെടുക്കാനുള്ള കാര്യം, വിശ്വസിക്കാനുള്ള കാര്യം, അവിടുത്തെ ആശ്രയിച്ചാൽ എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ. നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം, നാളെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മുടെ സമാധാനം കെടുത്തിക്കളയും. അതുകൊണ്ട് അതെല്ലാം നമുക്ക് തമ്പുരാൻ സന്നിധിയിൽ ഇന്ന് ഈ നിമിഷം വെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഭാവിയെക്കുറിച്ച് ഓർത്ത് നീ ഭയപ്പെടേണ്ട കാരണമല്ല. കാരണം നമ്മെ നടത്തുന്നവൻ വിശ്വസ്തനായ ഇടയനാണ്. ഈശോയെ, നല്ല ഇടയനായ അങ്ങയുടെ കരുതലിന് നന്ദി. എൻ്റെ ജീവിതത്തിലെ കുറവുകളിലും അങ്ങയുടെ നിറവ് അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വഴികളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഒരു നല്ല ഇടയനായി അങ്ങൻ്റെ കൂടെയുള്ളത് തിരിച്ചറിയുവാനുള്ള ബോധ്യം, വിശ്വാസം, അതിനുള്ളൊരു കണ്ണ് എനിക്ക് തുറന്നു തരണമേ. അങ്ങ് കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ, കുരുടർക്ക് കാഴ്ച നൽകിയതുപോലെ, അങ്ങയുടെ സ്നേഹത്തിൻ കാണുവാനുള്ളൊരു കാഴ്ച എനിക്ക് ലഭിക്കാൻ വേണ്ടി എൻ്റെ കണ്ണിലും സ്നേഹത്തിൻ്റെ ചെടി പുരട്ടി എനിക്കും മാറണം, എനിക്കു മാറണം. എൻ്റെ നാഥ നിന്റെ പോലെയാകണം. പഴയൊരു മനുഷ്യനെ മാറ്റി എന്നിൽ പുതിയൊരു ജീവനെ നൽകണമേ.
Hallelujah.